കറുത്തൊരു പെണ്ണാണ്. എന്താണാവോ ഗഹനമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഗഹനോ? അതായത് സീരിയസ് ആയിട്ട് ചിന്തിക്കാം. അങ്ങനെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ പറ. ഇനി മുതൽ ലോക്കൽസിനും കൂടെ മനസ്സിലാവുന്ന ഭാഷയിൽ സംസാരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. വെരി ഗുഡ്. ലാസർ, നീ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറ. യെസ്. ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുന്നു. എന്താണ് ഈ ആലോചിക്കുന്നത് എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം. സമാധാനം ഉണ്ടാക്കാനായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞോട്ട് ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ ആകെയുള്ള സമാധാനം അതൊക്കെ ആലോചിക്കുന്നത് വിഷമം. അതാണ് അത്ര വലിയ കാര്യം. ഞങ്ങളൊരു കാര്യം പറയട്ടെ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ലാസറിന് വലിയ കാര്യമാണ്. അതെ. കാരണം എന്താണെന്നറിയോ, ഈ ഓഫീസിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തൊഴിലാളി മുതലാളിക്കെതിരെ ശബ്ദം കേൾക്കുന്നത്. അതിനുള്ള കാരണക്കാരൻ ആരാ? നമ്മുടെ ഈ ലാസർ. ഈ ജോമിയും ടോമിയും ഒക്കെ അവരുടെ അടുത്ത് സംസാരിക്കുന്ന അവരുടെ കുടുംബബന്ധം വെച്ചിട്ടാണെന്ന് നമുക്ക് ഊഹിക്കാം. പക്ഷെ ലാസർ അങ്ങനെയാണോ? അങ്ങനെ അല്ല. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ. ഞാനത് പറയണോന്ന് വിചാരിച്ച് പറഞ്ഞല്ല, ഉള്ളി കിടന്നതൊക്കെ സഖി കെട്ടപ്പോ പുറത്തേക്ക് വന്നു. അതുകൊണ്ട് ഇപ്പൊ നന്നായില്ലേ ഉള്ളൂ. ഇവരെ കാണുമ്പോ കണ്ടമ്പോഴേ ഒളിച്ചോടുന്ന ടീംസ് ആണ് ഈ ജോമിയും ടോമിയും. അവരിപ്പോ ഇങ്ങോട്ട് വന്നല്ലേ കമ്പനി കൂടുന്നത്. അതൊരു നല്ല കാര്യമല്ലേ? മാത്രല്ല, തൊഴിലാളികൾക്ക് മുമ്പിൽ മുതലാളിമാരിങ്ങനെ തല കുനിച്ച് നിൽക്കുന്നതാണ് യഥാർത്ഥ വിപ്ലവം. രേഷ്മ, ആരും ആരുടെയും മുന്നിൽ തല കുനിക്കുന്നല്ല വിപ്ലവം. എല്ലാവരും ഈക്വലായിട്ട് അംഗീകരിക്കപ്പെടേണ്ട മനുഷ്യരാണെന്ന് സമൂഹത്തിൽ ചിന്തിക്കുന്നത്. ആ ചാപ്റ്ററൊക്കെ എന്തായാലും തീർന്നല്ലോ, അത് വിട്ടേക്ക്. അല്ല, ജോമിയും ടോമിയും എന്തി നിങ്ങളായിട്ട് ഇവിടെ സംസാരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നൊക്കെ ശരി തന്നെയാ. ഇപ്പൊ അവർക്ക് പെട്ടെന്ന് മേരി മാഡത്തിനെ ചീത്ത വിളിക്കാനൊരു കൊതി, അങ്ങനെ പോയതാ. ഇവന്മാർക്ക് ഇതിന്റെയൊക്കെ വലിയ ആവശ്യമുണ്ട്. ആര് കേൾക്കാൻ, ആരോട് പറയാൻ? അതൊക്കെ ഓരോ സൈഡിൽ കൂടെ നടക്കും. ലാസ്റ്റ് മൂത്തോ കുറച്ച് കാര്യം പറയാം. ആരാന്നാ പറഞ്ഞേ? ഓക്കെ, കമ്പനിയുടെ പേരെന്താ? പ്രപ്പോസൽ അയച്ചിട്ടുണ്ടോ? ശരി, ഞാൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ? എന്താ? എനിക്കെന്താ പണിയെന്നോ? അത് ചോദിക്കാൻ നിങ്ങളാരാ? എനിക്കിവിടെ പല പണിയും കാണും. എൻ്റെ പണി എന്താന്ന് ചോദിച്ചിട്ടേ നിങ്ങൾ നിങ്ങളുടെ പണി ഇല്ലാതാക്കാൻ നോക്കണ്ട. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രപ്പോസലും വേണ്ട, വെച്ചിട്ട് പോടാ. കമ്പനി രക്ഷിക്കാവുന്ന ആൾക്കാരൊക്കെ കമ്പനി ഊട്ടിക്കുന്ന കോളുണ്ട് കേട്ടോ. കൂട്ടിയിട്ട് പോട്ടെന്ന് വെക്കണം മച്ചാ. നമ്മള് കഴുപ്പണം കെട്ടവരൊന്നുമില്ലേ നമ്മളെ തന്തമാര് പറഞ്ഞിരിക്കണേ. ഇത് കാണട്ട്. അതിലൊന്നും ഒരു കാര്യമുണ്ടെന്ന് തോന്നില്ല. തങ്കച്ചി പാസ ഒഴിവല്ലേ? അയ്യോ, പാസൊക്കെ കയ്യില് 10 പൈസ മുമ്പ് തനിയേ മാറും. നിന്നെയൊക്കെ ഇപ്പൊ ആരാ ഇങ്ങോട്ട് ക്ഷണിച്ചേ? നമ്മളാരെ ക്ഷണിക്കണം? ഇത് നമ്മളപ്പന്മാരെ പൈസക്ക് നമ്മളുണ്ടാക്കിയ ഓഫീസ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോ വരും, ഇഷ്ടമുള്ളപ്പോ പോവും. ഇനി അത് ആന്റിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, ആന്റി ഇവിടുന്ന് പൊക്കോ, നമ്മൾ തടയാനും വരൂല. നീയൊക്കെ എന്നെ ചൊറിയാൻ വരുന്ന ഇതിനു വേണ്ടി തന്നെയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആന്റി അങ്ങനെ പറയാം. നമ്മൾ ആന്റി സഹായിക്കാൻ നോക്കിയതില്ലേ, ഫീലായോ? അങ്ങനെ ഇങ്ങനെ ഫീൽ ആവണ മുതലാണോ നമ്മൾ ആന്റി? നീ അനുഭവങ്ങൾ പഠിക്കുന്നില്ല കേട്ടോ. വന്ന കാര്യം എന്താന്ന് പറയാന്നുണ്ടെങ്കിലേ പറഞ്ഞിട്ട് പോ, എനിക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. അയ്യോ, അത് വർക്കിന് വിളിക്കുന്ന കസ്റ്റമറുടെ തെറി പറയുക, വർക്ക് വേണ്ടെന്ന് പറയാ. എന്തെല്ലാം പണിയാണെന്നറിയാമോ? ഒരാളോട് അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് എല്ലാരോടും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടോ? പക്ഷെ എന്റെ പൊന്നെ പറ്റി ഒരു കാര്യം പറയട്ടെ, ഇവിടെ ആന്റിനെ വിളിക്കാണ് ഒരു കസ്റ്റമർ വിളിക്കുന്നത്. അതിനെ വെറുപ്പിച്ച് വിട്ടാ ഇവിടെ ആര് വരും? ഇതേ ഹൈ റേഞ്ചിൽ മറ്റേ തേയിലത്തോട്ടം നോക്കണ പോലത്തെ പരിപാടിയല്ല. കുറെ അക്ഷരാഭ്യാസം ഇല്ലാത്ത പാവപ്പെട്ട പണിയാരെ അടിമയാക്കി വെച്ചിട്ടുള്ള പരിപാടിയല്ല ഇത്. ഇതിനെ സ്വല്പം ബുദ്ധി വേണം. ഓ, അങ്ങനെയാണെ പിന്നെ നിന്നെ കൊണ്ടൊന്നും ഈ പണി പറ്റത്തില്ലല്ലോ. ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം നിനക്കൊന്നും ഇല്ലല്ലോ.
ഈ ബുദ്ധിയൊന്ന് നിറഞ്ഞ് കവിഞ്ഞ് കിടക്കുന്ന കസ്റ്റമറുടെ ഡീൽ ചെയ്ത് തണ്ട നമ്മൾ കണ്ടു. നോക്കിയൊക്കെ ചുരുട്ടാ പേപ്പർ. ഇതൊക്കെ ആവശ്യമുള്ളതാണ്. നാളെ ഇൻകം ടാക്സ് വല്ലതും വന്നാലേ ഞാൻ ആന്റി ഒറ്റയ്ക്ക് ഇവിടെ തൂങ്ങും. അയ്യോ തൂങ്ങട്ടൊന്ന് വയ്ക്കണം. അത് ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ ഒന്ന് പോയി തരുന്നതിന് വല്ലതും വേണോ? നമുക്ക് പേടിച്ചിട്ട് നമ്മൾ മുണ്ടൊക്കെ അടിക്കും കേട്ടോ. നമ്മൾ പേടിച്ചു. ഞാൻ ശരിയാക്കി തരാടമല്ലോ. ആ മേരി മേഡത്തിന് 10 പറയാൻ പോയി അവന്മാരെ കാണാനില്ലല്ലോ. നീ ആ ഭൂതാങ്ങാനും പിടിച്ച് വിഴുങ്ങി കാണോ? അവരുടെ ഒരു സ്വഭാവം വെച്ച് അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. ഇതൊക്കെ എളുപ്പത്തിൽ പരിഹരിക്കേണ്ട കാര്യം ഉണ്ടാവും. ചുമ്മാ സത്യം, അങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനാണല്ലോ ഈ ടോമിയുടെയും ചോമിയുടെയും അച്ഛന്മാർ ഈ പൂതനാണ് ഇങ്ങോട്ടേക്ക് കിട്ടിയെടുത്തത്. ഇവര് ഇവിടെ വന്ന് പുതിയ ഗ്രൂപ്പ് തുടങ്ങും നമ്മൾ അറിഞ്ഞോ? അങ്ങനെ പറയണ്ട. മേരി മേഡം ഇവിടെ വന്ന ടൈമിൽ രണ്ടുപേരും കൂടി മേഡത്തിന്റെ കൂടെ കൂടി അവന്മാർക്ക് പണി കൊടുക്കാൻ നോക്കിയ ടീമുകളല്ലേ. അയ്യോ ഞങ്ങളോ? ഒരിക്കലുമില്ല. ഏതോ ഒരു അപരിചിതനോട് സംസാരിക്കണ പോലെ എന്നോട് സംസാരിക്കല്ലേ. ടോമിയെ ജോമിയെ ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം അവര് നിങ്ങൾക്കെതിരെ തിരിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവര് ശത്രുവായി അല്ലേ? സന്തോഷാടാ സന്തോഷം. എനിക്കിനി എന്ത് ചെയ്താ ഈ രണ്ട് കിഴങ്ങിന്റെ സ്വഭാവം മനസ്സിലാക്കിയത് സന്തോഷാണ്. ഇപ്പൊ വേണോ ഒരു പണി വരുമെന്ന് കരുതിയിരിക്കാല്ലേ. നിങ്ങൾ എന്ത് വർത്താനായി പറയുന്നത്? ഞങ്ങൾ അത്രയും വലിയ കുഴപ്പക്കാരാന്ന് തോന്നുന്നുണ്ടോ? ഒന്നും അറിഞ്ഞൂടാത്തില്ലല്ലോ ബാബ. എടി നിന്റെ ഒക്കെ രണ്ടിന്റെ കയ്യിൽ മാക്സിമം വിഷമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇവിടെ അതെ, ഒരു ഓഫീസ് ആകുമ്പോൾ ഇച്ചിരി ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ നമ്മുടെ ഇടയിൽ സംഭവിച്ചോളൂ. മാത്രമല്ല അതൊക്കെ കഴിഞ്ഞല്ലോ. യഥാർത്ഥ ശത്രുവിനെ നമ്മൾ കണ്ടെത്തിയും കഴിഞ്ഞു. ഇനി അയാൾക്കെതിരെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി ഇവിടെ പോരാടേണ്ടത്. ബാഹുബലിക്ക് അടുത്ത പാട്ടുണ്ടെങ്കിലേ രാജപൗരോടി സിനിമ പറയാം. അത് കൊള്ളാണ്, അത് കൊള്ളാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ തമാശകൾ വരുമ്പോൾ എല്ലാവരും രശ്മിക മണ്ടാരി നിനക്ക് പോണ്ട, നിനക്ക് പോണ്ട. കുട്ടിയെ പറഞ്ഞ ഒന്ന് എന്തിനാണ് എൻ്റെ ഫോൺ കട്ട് ചെയ്യുന്നത്? ഇവനും അവന്മാരുടെ കൂടെ കൂടി എനിക്കിട്ട് പണി തരാനുള്ള വഴി എങ്ങാനും ആണോ നോക്കുന്നത്? അവനാണെ തീർത്ത് കളയും ഞാൻ. ഹൈ റേഞ്ചിൽ എൻ്റെ തേയിലത്തോട്ടത്തിലെ ഒരു ബോഡിയും കൂടെ വളമായിട്ട് കിട്ടിയാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല.